മിനിയുടെ ലോകത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞായറാഴ്ച തിരുവോണമായിരുന്നില്ലേ? അപ്പോൾ ശനിയാഴ്ച ഞങ്ങൾ പച്ചക്കറിയൊക്കെ വാങ്ങിക്കാനായിട്ട് ഡാൻഡിനോങ് മാർക്കറ്റിലേക്ക് പോയ. ഡാൻഡിനോങ് മാർക്കറ്റ് എന്ന് പറയുന്നത് ഇവിടുത്തെ ഒരു പഴയ മാർക്കറ്റാണ് കേട്ടോ. ഏറ്റവും പുരാതനമായിട്ടൊരു മാർക്കറ്റാണ്. ഇതുകൊണ്ട് ഈ മാർക്കറ്റിൻ്റെ വെളിയിൽ ഇങ്ങനൊരു സംഭവമുണ്ട്. അപ്പോൾ അവിടെ നമ്മൾ കുപ്പിയോ അത് അവരുടെ റിക്വയർമെൻറ്റ് അനുസരിച്ചുള്ള കുപ്പി, നമ്മുടെ കാർഡ്ബോർഡ് അങ്ങനത്തെ സാധനങ്ങളൊക്കെ കൊണ്ട് കൊടുത്താൽ പൈസ കിട്ടും കേട്ടോ. അങ്ങനെ അവിടെ കൊണ്ട് ഡെപ്പോസിറ്റ് ചെയ്യാവേ. ശരിക്കും ഞങ്ങൾ അങ്ങോട്ട് കയറുമ്പം ഇരുണ്ട് മൂടി കിടക്കുമായിരുന്നു ആകാശമൊക്കെ കേട്ടോ. കാലാവസ്ഥയെ തണുത്ത കാറ്റുമായിരുന്നു, നല്ല തണുത്ത കാറ്റായിരുന്നു. മഴ വരാനുള്ള എല്ലാ സാധ്യതയുണ്ടെന്ന് തോന്നി. ഞങ്ങൾ മാർക്കറ്റിനകത്ത് കയറി കഴിഞ്ഞാൽ ഒന്നും അറിയാനൊന്നും ഇല്ലല്ലോ നമുക്ക്. അതുകൊണ്ട് ഞങ്ങൾ മാർക്കറ്റിലേക്ക് കയറിയത് കണ്ടോ. മാർക്കറ്റിൻ്റെ വെളിയിൽ ഇങ്ങനെ പൂക്കൾ വെച്ചിരിക്കുന്നത് കണ്ടോ. നല്ല ഭംഗിയുള്ള പൂക്കളാണ് ഇവിടെ. ഈ പൂക്കൾക്ക് പ്രത്യേകിച്ചൊരു ഇവർക്കെല്ലാം പൂക്കൾ ഈ നാട്ടിലും അതെ കേട്ടോ. എല്ലാ വീടുകളിലും ഇഷ്ടം പോലെ പൂക്കൾ. ഇത് ചെടികളാണ്. നാരകം അല്ലെങ്കിൽ മാൻഡറിന്, ആപ്പിൾ എല്ലാം അതിൻ്റെ എല്ലാം വിത്തുകൾ, തൈകൾ അവിടെ കിട്ടാനുണ്ട്. ഇത് കണ്ടോ, ഇത് ഫ്രൂട്ട് സ്റ്റോളായിട്ടല്ല കേട്ടോ. പഴങ്ങളുമുണ്ട്, പച്ചക്കറി എല്ലാം ഒരുപോലെ ഇങ്ങനെ ഇട്ടിരിക്കുകയാണ്. നമുക്കത് ഏറ്റവും എളുപ്പം എന്നാന്ന് ചോദിച്ചാൽ നമുക്കതിൻ്റെ വില അവരത് ഇട്ടിട്ടുണ്ട്. ഓരോന്നിൻ്റെ റേറ്റ് എത്രയാണ്. അപ്പോൾ നമുക്ക് നോക്കി നടന്ന് ഇപ്പോൾ വില കുറഞ്ഞത് വാങ്ങിക്കണേ, കുറഞ്ഞത് കൂടിയത് നല്ല ക്വാളിറ്റി കിട്ടുന്നതൊക്കെ നമുക്ക് നോക്കിയെടുക്കാനായിട്ടുള്ള സാഹചര്യമുണ്ട്. കാരണം നമ്മൾ ഓരോന്നിൻ്റെ വില ചോദിക്കാനൊന്നും നിൽക്കേണ്ട കാര്യം. അതുപോലെ അവിടെ ഒന്നും ആരുമില്ല. നമ്മൾ തന്നെ ഇത് എടുക്കുന്ന കൊണ്ട് ബില്ലടിച്ച് കൊണ്ടുവരിക ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെ മാർക്കറ്റിൽ കൂടെ എല്ലാം ഞങ്ങൾ നടന്ന്, കാരണം സദ്യക്കുള്ള പച്ചക്കറി എല്ലാം വാങ്ങിക്കണ്ടേ. അപ്പോൾ സദ്യക്കുള്ള പച്ചക്കറി എല്ലാം വാങ്ങിക്കാമെന്ന് ഓർത്ത് ഞങ്ങൾ അതിനകത്തൂടെ നടക്കുവാണ്. അപ്പോൾ ഒരു സൈഡിൽ ഇതേണ്ട ഇത് കണ്ടോ, ചെടികൾ, ഇത് തൈകൾ ഇഷ്ടം പോലെ. നല്ല ആ പൂവും കൂടെ ഉള്ളതുകൊണ്ടേ നമുക്ക് ഏതാ ഇഷ്ടപ്പെടുന്നതെന്ന് നോക്കി വാങ്ങിക്കാൻ പറ്റില്ല. എന്നാൽ ആ പൂക്കളുടെ ഭംഗി അനുസരിച്ച് നമുക്ക് നോക്കി വാങ്ങിക്കാൻ പറ്റുമേ. ഇഷ്ടം പോലെ ചെടിയുടെ തൈകളുണ്ട്. അതെന്നാന്ന് വെച്ചാൽ പുറത്തുനിന്ന് നമ്മൾ വാങ്ങിക്കുന്നതിൽ വിലക്കുറവായിരിക്കും ഇവിടുന്ന് വാങ്ങിക്കുമ്പോഴേ. ഇത് മാർക്കറ്റിനകത്ത് വെച്ചിരിക്കുന്നതല്ലേ, അപ്പം ശരിക്കും പറഞ്ഞാൽ വിലക്കുറവാണ്. ഇത് ബൊക്കയുടെ സെക്ഷനാണ്. ഇവിടെ എല്ലാവർക്കും ബൊക്ക ഒരു പ്രധാനമാണ്. കാരണം ഇവരൊരു കുഞ്ഞുണ്ടായാൽ കാണാൻ പോകുമ്പോഴും ഒരാളെ റിസീവ് ചെയ്യുമ്പോഴും എല്ലാം ബൊക്കെ കൊടുക്കും. ഒരു വീട്ടിലേക്ക് വരുമ്പോഴാണേലും ഇവർ ബൊക്കെ കൊടുക്കുന്നൊരു ശീലമുണ്ട്. അപ്പോൾ ഞങ്ങളിങ്ങനെ പച്ചക്കറികളൊക്കെ നോക്കി നടന്ന് ഓരോ സെക്ഷനിൽ നിന്ന് നമുക്ക് സദ്യക്കുള്ള അവിയലിനും സാമ്പാറിനും ഒക്കെ ഉള്ളത് വേണ്ടേ. അത് എല്ലാം ഒന്നും കിട്ടുകയില്ല കേട്ടോ. അന്ന് ഞങ്ങൾക്ക് പടവലങ്ങയൊന്നും കിട്ടിയൊന്നുമില്ല. അതൊന്നും ഇവിടെ ഇല്ല, കിട്ടിയില്ല. അത് കഴിഞ്ഞ് പച്ചക്കറിയെല്ലാം വാങ്ങിച്ചു കഴിഞ്ഞപ്പോൾ ഇത് കണ്ടു. ഇത് ഫുഡ് കോർട്ടാണ് ശരിക്കും. എല്ലാ വിഭാഗക്കാരുടെ ഫുഡിൻ്റെ സ്റ്റോളുകളുണ്ട് ഇവിടെ. തായ്, പിന്നെ ശ്രീലങ്കൻ, മെക്സിക്കൻ, അങ്ങനെ എല്ലാം ഫുഡ് ഐറ്റംസ് എന്ന് വെച്ചാൽ വലിയ ഇതായിട്ടുള്ള സ്നാക്സുകളെല്ലാം ഇഷ്ടം പോലെയുണ്ട്. ഷേക്ക്, ഐസ്ക്രീം ഒക്കെ. അപ്പോൾ അത് ഇരുന്ന് കഴിക്കാനായിട്ട് ഇഷ്ടം പോലെ അവിടെ കസേരയൊക്കെ ഇട്ടിട്ടുണ്ട്. നമുക്ക് സമാധാനമായിട്ടിരുന്ന് കഴിക്കുകയൊക്കെ ചെയ്യാവേ. അങ്ങനെ കഴിക്കാനുള്ള ഇതെല്ലാം ഉണ്ട്. നല്ല ഇരുന്ന് കുഞ്ഞുങ്ങളെ കൊണ്ടൊക്കെ ആണെങ്കിലും നമുക്ക് സമാധാനമായിട്ടിരുന്ന് കഴിക്കാൻ പറ്റും കേട്ടോ. ഇത് അവിടെ തന്നെയുള്ളൊരു ബസാറാണ്. തുണി, ബാഗ്, ചെരുപ്പ്, കുഞ്ഞുങ്ങളുടെ കളിപ്പാട്ടങ്ങൾ എല്ലാം അഫോർഡബിൾ റേറ്റിൽ കിട്ടുന്നൊരു സ്ഥലം. ഇത് ഇഷ്ടം പോലെ നമുക്ക് നോക്കി നടന്ന് സെലക്ട് ചെയ്യാനായിട്ട് ഇതിനകത്തൂടെ എല്ലാം നടന്ന് നമുക്ക് നോക്കിയെടുക്കാൻ പറ്റും. ഇവിടെയൊക്കെയുള്ള പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇതിനെല്ലാം പ്രൈസ് ഇട്ടിരിക്കുന്നത് കൊണ്ട് നമുക്കതനുസരിച്ച് നോക്കിയെടുക്കാനും പറ്റും. നമുക്കൊത്തിരി തപ്പി നടക്കാനൊന്നും പോകണ്ട. ഇഷ്ടം പോലെ കേട്ടോ സെലക്ഷൻ. എല്ലാം ചെരുപ്പുകളും ബാഗുകളും വീടിനകമൊക്കെ അലങ്കരിക്കുന്ന ഈ പ്ലാസ്റ്റിക്കിൻ്റെ പൂക്കൾ, പെട്ടികൾ എല്ലാം ഇഷ്ടം പോലെയുണ്ട്. നമുക്ക് നോക്കി നടക്കാൻ പറ്റുന്നൊരു, നോക്കി നടന്ന് വാങ്ങിക്കാൻ പറ്റും. ഇനി ഇവിടുന്ന് ഇറങ്ങിക്കഴിഞ്ഞ് ഇത് മീനിൻ്റെ സെക്ഷനാണ്. മീനും ഇറച്ചിയെല്ലാം ഫിഷിൻ്റെ സെക്ഷനാണിത്. എല്ലാം ഇവിടെ വെച്ചിട്ടുണ്ട്. പിന്നെ ചീസ്, ഇവർ ചീസൊക്കെ ധാരാളം ഉപയോഗിക്കുന്നവരാണ് ഈ ഓസ്ട്രേലിയൻസൊക്കെ. അപ്പോൾ അതുപോലെ
ഇഷ്ടം പോലെ പലതരത്തിലുള്ള ചീസുണ്ട് കേട്ടോ. നമുക്ക് ചീസെന്ന് പറഞ്ഞാൽ ഒരു നല്ല അറിയത്തുള്ളത് അങ്ങനെയല്ലാതെ ഇത് കണ്ട് മീറ്റാണേലും ഓരോ സെഷനായിട്ട് ഓരോ തരം മീറ്റുകളും വെച്ചിട്ടുണ്ട്. ചെറിയതായിട്ട് ക്വാണ്ടിറ്റി മതിയെന്നുണ്ടെങ്കിൽ അങ്ങനെ, വലിയ ക്വാണ്ടിറ്റി വേണമെങ്കിൽ അങ്ങനെ എല്ലാം പാക്ക് ചെയ്ത് വെച്ചിരിക്കുകയാണ്. നമുക്കത് കിട്ടും. ഇവിടുന്ന് ഫിഷ് വാങ്ങിക്കുകയാണെങ്കിൽ അവർ നമ്മൾ ഇന്ന ഫിഷ് എന്ന് പറയുകയാണെങ്കിൽ അത് കട്ട് ചെയ്തൊക്കെ തരും കേട്ടോ. അല്ലാതെ നമുക്ക് ബുദ്ധിമുട്ടൊന്നുമില്ല. അപ്പം കൃത്യം 4 മണിയാകുമ്പോൾ ഈ മാർക്കറ്റ് അടയ്ക്കും കേട്ടോ. ഡാൻഡോങ് മാർക്കറ്റ് കൃത്യം 4 മണിയാകുമ്പോൾ അലാറം അടിക്കും. അന്നേരം എല്ലാ കടകളും അന്ന് നേരെ അടയ്ക്കും. നമ്മുടെ നാട്ടിലെ കൂട്ടല്ല രാത്രി 9 വരെ ഒന്നും ഇല്ല. അതുപോലെ ഇത് ആഴ്ചയിൽ 1-2-3 ദിവസമൊക്കെ ഉള്ളൂ ഈ മാർക്കറ്റ്. എന്നും ഒന്നുമില്ല. അത് അവരുടെ വെബ്സൈറ്റിൽ അവർ ഇത് ചെയ്യും. ഇന്ന ദിവസമൊക്കെ ഓപ്പണിംഗ് ഉണ്ട് എന്ന് പറഞ്ഞിട്ട് ഇടുകയാണ് ചെയ്യുന്നത്. അത് നോക്കിയേച്ച് വേണം നമ്മൾ മാർക്കറ്റിൽ പോകാൻ. എന്നും അവിടെ മാർക്കറ്റ് ഉണ്ടെന്ന് ഓർത്തുകൊണ്ട് നമ്മൾ ചെന്നാൽ നമുക്കൊന്നും വാങ്ങിക്കാൻ പറ്റുകയല്ല. നോക്കിയാൽ ഞങ്ങൾ ഇറങ്ങിയപ്പോഴത്തേക്ക് എന്ത് നല്ല കാലാവസ്ഥയാണെന്ന് നോക്കി. ഞങ്ങൾ അതിനകത്ത് നിൽക്കുമ്പോൾ നല്ല മഴ പെയ്തായിരുന്നേ. പക്ഷേ പുറത്തിറങ്ങിയപ്പോഴത്തേക്ക് നല്ല കാലാവസ്ഥ, നല്ല വെയിൽ. അപ്പോൾ കുഞ്ഞുങ്ങളെയും കൊണ്ട് പോയതുമാണ്. എൻ്റെ ദൈവമേ പുറത്തിറങ്ങുമ്പോൾ എന്ത് ചെയ്യുമെന്ന് ഇങ്ങനെ ഞങ്ങൾ വിചാരിച്ചായിരുന്നു. പക്ഷേ നല്ല കാലാവസ്ഥയാണ്, ഒരു കുഴപ്പമില്ല, നല്ല വെയിൽ. പുറത്തിറങ്ങിയപ്പോൾ ഇങ്ങോട്ട് നിൽക്കുക, ചെടിയിലിരിക്കുന്നത് ഒരു പഞ്ചവർണ്ണക്കിളിയാണേ. നല്ല ഭംഗി. ഇതുങ്ങൾക്ക് പേടിയൊന്നുമില്ല. ഇവിടെ ഇഷ്ടം പോലെ ഇങ്ങനെ തത്തകളുടെ പല വെറൈറ്റി ഉണ്ട് കേട്ടോ. വെള്ള, നല്ല റെഡ് കളറ്. ഇതുകൊണ്ട് ഇതിന് 5 കളറുണ്ടെന്ന് തോന്നുന്നു കേട്ടോ. എന്ത് സുന്ദരിയായിട്ടിരിക്കുന്നു. അങ്ങനെ ഇഷ്ടം പോലെ കിളികളെ ഇവിടെ കാണാൻ പറ്റും കേട്ടോ. ധാരാളം കിളികളുണ്ട്. പക്ഷേ ഇവർക്ക് പേടിയൊന്നുമില്ല. ഞാൻ അതിനെ തൊടുകയൊക്കെ ചെയ്തു കേട്ടോ. അതിന് പേടിയൊന്നുമില്ല. ഞങ്ങളിതും കഴിഞ്ഞ് വീട്ടിലേക്ക് യാത്രയാവുകയാണ്. നിങ്ങൾക്കെല്ലാം ഈ ഇഷ്ടമായെങ്കിൽ, ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും ഒക്കെ ചെയ്യണം. പുതിയ വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാവേ.